Dear students, welcome to Maths Magic. ഇന്ന് നമുക്ക് 9th ക്ലാസ്സിലെ ഇൻട്രൊഡക്ഷൻ ടു യൂക്ലിഡ്സ് ജോമെട്രി എന്ന ചാപ്റ്റർ പഠിക്കാം. ഇത് 5th ചാപ്റ്ററാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ലൈൻസ് ആൻഡ് ആംഗിൾസ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ഈ ചാനൽ അവസാനം വരെ കാണണം. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ ചെറിയ ക്ലാസ്സിൽ, അതായത് 6th 7th 8th ഒക്കെ ക്ലാസ്സുകളിൽ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി 10th വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആ ക്ലാസ്സുകളൊക്കെ പഠിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ജോമെട്രി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് യൂക്ലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ ഓഫ് ജോമെട്രി എന്നാണ് അറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ജോമെട്രി, അതായത് ഇദ്ദേഹം ഒരു മാത്സ് ടീച്ചറായിരുന്നു. എ ടീച്ചർ ഓഫ് മാത്തമാറ്റിക്സ് അറ്റ് അലക്സാൻഡ്രിയയിലെ ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലെ ഒരു ടീച്ചറായിരുന്നു. ഇദ്ദേഹം ജീവിച്ചിരുന്നത് 300 BC കാലഘട്ടത്തിലാണ്. അതായത് അതിനു മുമ്പ് ഉണ്ടായിരുന്ന 2 മാത്തമാറ്റീഷ്യൻസാണ് തെയിൽസ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്ന പൈത്തഗോറസിൻ്റെയും അതിന് മുമ്പുള്ള മാത്തമാറ്റീഷ്യൻസിൻ്റെയും വർക്കുകളൊക്കെ കൂടി എല്ലാം കൂടി അറേഞ്ച് ചെയ്തിട്ട് അദ്ദേഹം ഒരു ബുക്കിൽ എല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് അദ്ദേഹം ഒരു ബുക്കിൽ അറേഞ്ച് ചെയ്തു. ആ ബുക്കിൻ്റെ പേരാണ് എലമെൻറ്റ്സ്. അതിന് 13 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അത് ഓരോന്നും ഓരോ ബുക്കായിട്ടാണ് അറിയപ്പെടുന്നത്. ജോമെട്രിയുടെ ബേസിക് ആയിട്ട് അറിയപ്പെടുന്നത് യൂക്ലിഡ്സിൻ്റെ ഈ ബുക്കാണ്. എലമെൻറ്റ്സ് എന്ന പേരിലുള്ള ആ ബുക്കാണ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ജോമെട്രി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കുറേ ആക്സിയംസും പോസ്റ്റ്ലേറ്റ്സും ഒക്കെയാണ് പഠിക്കാനുള്ളത്. ആക്സിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ട്രൂത്ത്സ് ആണ്. അതിനൊരു പ്രൂഫിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ അത് ജോമെട്രിയിൽ മാത്രമല്ല, മാത്തമാറ്റിക്സിൽ മൊത്തത്തിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാത്തമാറ്റിക്സ് മൊത്തത്തിൽ അത് വാലിഡാണ്. എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആക്സിയംസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആക്സിയംസ് എന്താണെന്ന് പഠിക്കാം. അതേസമയം പോസ്റ്റ്ലേറ്റ്സ് മെയിനായിട്ട് ജോമെട്രിയിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആക്സിയംസ് പഠിക്കാം. ഫസ്റ്റ് ആക്സിയം പറയുന്നത് തിങ്സ് വിച്ച് ആർ ഈക്വൽ ടു ദ സെയിം തിങ് ആർ ഈക്വൽ ടു വൺ അനദർ. അതാണ് ഫസ്റ്റ് ആക്സിയം. തിങ്സ് വിച്ച് ആർ ഈക്വൽ ടു ദി സെയിം തിങ് ആർ ഈക്വൽ ടു വൺ അനദർ. അതായത് ഇപ്പോൾ എ ഈക്വൽ ടു ബി ആണ്. എ ഈക്വൽ ടു ബി ആണ്. പിന്നെന്താണ്? എ ബി ഈക്വൽ ടു സി ആണ്. അപ്പോൾ എ ഈക്വൽ ടു ബി ആണ്, ബി ഈക്വൽ ടു സി ആണ്. ദെൻ എ ഈക്വൽ ടു സി ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ആക്സിയം പറയുന്നത്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എയും ബിയും ഈക്വലാണ്, ബിയും സിയും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ എയും സിയും ഈക്വൽ ആയിരിക്കുമല്ലോ. അതാണ് ഫസ്റ്റ് ആക്സിയം. ഇനി നമുക്ക് സെക്കൻഡ് ആക്സിയം പഠിക്കാം. ഇഫ് ഈക്വൽസ് ആർ ആഡഡ് ടു ഈക്വൽസ് ദ ഹോൾസ് ആർ ഈക്വൽ. സെക്കൻഡ് ആക്സിയം, ഇഫ് ഈക്വൽസ് ആർ ആഡഡ് ടു ഈക്വൽസ് ദ ഹോൾസ് ആർ ഈക്വൽ. അതായത് എ ഈക്വൽ ടു സി ആൻഡ് ബി ഈക്വൽ ടു ഡി. ദെൻ എ പ്ലസ് ബി ഈക്വൽ ടു സി പ്ലസ് ഡി. ഇതാണ് സെക്കൻഡ് ആക്സിയം. അപ്പോൾ ഇവിടെ എയും സിയും ഈക്വലാണ്, ബിയും ഡിയും ഈക്വലാണ്. അപ്പോൾ ഈക്വൽസ് ആർ ആഡഡ് ടു ഈക്വൽസ്. അപ്പോൾ എ പ്ലസ് ബി അതാണ് ഈക്വൽ ടു സി പ്ലസ് ഡി. ഇപ്പോൾ നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ആക്സിയം പഠിക്കാം. ഇഫ് ഈക്വൽസ് ആർ സബ്ട്രാക്റ്റഡ് ഫ്രം ഈക്വൽസ് ദ റിമൈൻഡേഴ്സ് ആർ ഈക്വൽ. ഈ സെയിം തന്നെയാണ്. ഇവിടെ നമ്മൾ 2 ആഡ് ചെയ്തു, അതിന് പകരം ഇവിടെ സബ്ട്രാക്ട് ചെയ്യാം. അതായത് ഇഫ് എ ഈക്വൽ ടു സി ആൻഡ് ബി ഈക്വൽ ടു ഡി ദെൻ എ മൈനസ് ബി ഈക്വൽ ടു സി മൈനസ് ഡി ആയിരിക്കും.
അതായത് ഇതും ഇതും ഈക്വലാണ്, ഇതും ഈക്വലാണ്. അപ്പോൾ ഇതിൽ നിന്നും ഇത് സബ്ട്രാക്ട് ചെയ്യുന്നതും ഇതിൽ നിന്നും ഇത് സബ്ട്രാക്ട് ചെയ്യുന്നതും സെയിം ആയിരിക്കുമല്ലോ. അതാണ് ഇവിടെ പറഞ്ഞത്. മനസ്സിലായില്ലേ? അതാണ് ഇഫ് ഈക്വൽസ് ആർ സബ്ട്രാക്റ്റഡ് ഫ്രം ഈക്വൽസ് ദ റിമൈൻഡേഴ്സ് ആർ ഈക്വൽ. ഇനി നെക്സ്റ്റ് ആക്സിയം, ഫോർത്ത് ആക്സിയം, തിങ്സ് വിച്ച് ആർ കോയിൻസൈഡ് വിത്ത് വൺ അനദർ ആർ ഈക്വൽ ടു വൺ അനദർ. അപ്പോൾ ഇതാണ് ഫോർത്ത് പോസ്റ്റ്ലേറ്റ്സ്. തിങ്സ് വിച്ച് ആർ കോയിൻസൈഡ് വിത്ത് വൺ അനദർ ആർ ഈക്വൽ ടു വൺ അനദർ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് സ്ക്വയർ, ഒരുപോലെ ഇരിക്കുന്ന രണ്ട് സ്ക്വയർ വരയ്ക്കാൻ പോവാണ്. ഈ ഒരേ ലെങ്ത്തും ഒരേ സൈഡാണ്, അതായത് സ്ക്വയറിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഞാൻ വരയ്ക്കുമ്പോൾ ചെറിയ ഡിഫറൻസ് വന്നേക്കാം, റഫായിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ സ്ക്വയർ എടുത്തിട്ട് നേരെ ഇതിൻ്റെ മുകളിലേക്ക് വെക്കുകയെന്ന് വിചാരിക്കുക. സെയിം ലെങ്ത്തുള്ള, സൈഡിന് സെയിം ലെങ്ത്തുള്ള ഒരു സ്ക്വയറാണിത്, രണ്ട് സ്ക്വയേഴ്സാണിത്. ഇതിൻ്റെ ഒരു സ്ക്വയർ എടുത്തിട്ട് മറ്റേ സ്ക്വയറിൻ്റെ മുകളിലേക്ക് വെക്കുന്നതിനെയാണ് നമ്മൾ കോയിൻസൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തിങ്സ് വിച്ച് ആർ കോയിൻസൈഡ് വിത്ത് വൺ അനദർ, അതിങ്ങനെ വെക്കുമ്പോൾ കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ദേ ആർ ഈക്വൽ ടു വൺ അനദർ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് സർക്കിൾ വരയ്ക്കുമ്പോഴും. ഒരുപോലത്തെ രണ്ട് സർക്കിൾ വരയ്ക്കുക. ഈ സർക്കിളിൻ്റെ മുകളിൽ കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് സർക്കിളും ഈക്വൽ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ വരുന്നതിനാണ് തിങ്സ് വിച്ച് ആർ കോയിൻസൈഡ് വിത്ത് വൺ അനദർ ആർ ഈക്വൽ ടു വൺ അനദർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് ആക്സിയം. ഫിഫ്ത്ത് ആക്സിയം പറയുന്നത് ദ ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ എ പാർട്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ടാണിത് അല്ലേ. ഈ ഒരു പാർട്ട് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വരച്ചേക്കുന്നതാണ് ഇവിടെ. ഇത് ഹോള്, ഇത് പാർട്ട്. അപ്പോൾ ഏതാ വലുത്? ഹോളല്ലേ. അതാണ് ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ എ പാർട്ട്. ഇതാണ് ഫിഫ്ത്ത് ആക്സിയം. ഇതൊക്കെ നമുക്ക് ശരിക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിങ്ങനെ ഓരോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊന്ന് കറക്റ്റായിട്ട് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം. ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഒന്ന് കാണാതെ പഠിക്കേണ്ട ആവശ്യമേ ഇല്ല, ഒറ്റയടിക്ക് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് സിക്സ്ത് ആക്സിയം. സിക്സ്ത് ആക്സിയം പറയുന്നത് തിങ്സ് വിച്ച് ആർ ഡബിൾ ഓഫ് ദ സെയിം തിങ്സ് ആർ ഈക്വൽ ടു വൺ അനദർ. തിങ്സ് വിച്ച് ആർ ഡബിൾ ഓഫ് ദി സെയിം തിങ്, അതായത് ഇപ്പോൾ എ ഈക്വൽ ടു ബി ആണെന്ന് വിചാരിക്കുക. എയും ബിയും ഈക്വലാണ്. ദെൻ 2a ഈക്വൽ ടു 2b ആയിരിക്കും. മനസ്സിലായോ? തിങ്സ് വിച്ച് ആർ ഡബിൾ ഓഫ് ദ സെയിം തിങ്. എ ഈക്വൽ ടു ബി ആയതുകൊണ്ടാണ് ഇത് സെയിം തിങ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡബിൾ 2a, ഇത് 2b. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഡബിളും ഈക്വൽ ആയിരിക്കും. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് സെവൻത്ത് ആക്സിയം. തിങ്സ് വിച്ച് ആർ ഹാവ്സ് ഓഫ് ദ സെയിം തിങ് ആർ ഈക്വൽ ടു വൺ അനദർ. സെയിം ആണ്. തിങ്സ് വിച്ച് ആർ ഹാവ്സ് ഓഫ് ദി സെയിം തിങ് ആർ ഈക്വൽ ടു വൺ അനദർ. ഇതുപോലെ തന്നെ ഇഫ് എ ഈക്വൽ ടു ബി then a/2 ഈക്വൽ ടു b/2. മനസ്സിലായില്ലേ? സെയിം തിങ്ങിൻ്റെ ഹാഫ് ആണെങ്കിൽ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. എയും ബിയും ഈക്വലാണ്. അപ്പോൾ എയുടെ ഹാഫും ബിയുടെ ഹാഫും ഈക്വൽ ആയിരിക്കും. ഇത്രേ ഉള്ളൂ സെവൻത്ത് ആക്സിയം പറയുന്നത്. അപ്പോൾ സെവൻത്ത് ആക്സിയംസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതായത് അതിനൊരു പ്രൂഫിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് നമുക്ക് ജസ്റ്റ് പറയുമ്പോൾ തന്നെ അതിന് കാര്യം മനസ്സിലാക്കാവുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിന് പ്രൂഫിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പോസ്റ്റ്ലേറ്റ്സ് ആണ്. മോഡേൺ ജോമെട്രിയുടെ ബേസ് ആയിട്ട് അറിയപ്പെടുന്നത്. അത് ജോമെട്രി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പോസ്റ്റ്ലേറ്റ്സിൽ പറയുന്നത്. അപ്പോൾ 5 പോസ്റ്റ്ലേറ്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമുക്കതിൽ ഫസ്റ്റ് വൺ നോക്കാം. എ സ്ട്രെയിറ്റ് ലൈൻ മേ ബി ഡ്രോൺ ഫ്രം എനി വൺ പോയിന്റ് ടു എനി അതർ പോയിന്റ്. അപ്പോൾ എ സ്ട്രെയിറ്റ് ലൈൻ മേ ബി ഡ്രോൺ ഫ്രം എനി വൺ പോയിന്റ് ടു എനി അതർ പോയിന്റ്. നമ്മൾ രണ്ട് പോയിന്റ്സ് ഇവിടെ മാർക്ക് ചെയ്യണം. ഫസ്റ്റ് വൺ എ, നെക്സ്റ്റ് ബി. ഇത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുക. ഇതാണ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണിത്. അപ്പോൾ ഒരു ലൈൻ വരക്കുന്നതിന് നമുക്ക് അറ്റ്ലീസ്റ്റ് 2 പോയിന്റ്സ് എങ്കിലും ഉണ്ടായിരിക്കണം.
സെക്കൻഡ് പോസ്റ്റ്ലേറ്റ്, എ ടെർമിനേറ്റഡ് ലൈൻ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻഡെഫിനിറ്റ്ലി. അത് നമ്മളിതൊരു 2 പോയിൻറ്റ്സ് വെച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഇതൊരു ടെർമിനേറ്റഡ് ലൈനാണ്. ഈ ലൈനിനെ നമുക്ക് 2 സൈഡിലേക്കും പ്രൊഡ്യൂസ് ചെയ്യാം ഇൻഡെഫിനിറ്റ്ലി. ഇൻഡെഫിനിറ്റ് ആയിട്ട് 2 സൈഡിലേക്കും പ്രൊഡ്യൂസ് ചെയ്യാം. അതായത് നമുക്ക് നീട്ടി വരയ്ക്കാം എത്ര വേണമെങ്കിലും. ഇതാണ് സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് പോസ്റ്റ്ലേറ്റ്, എ സർക്കിൾ ക്യാൻ ബി ഡ്രോൺ വിത്ത് എനി സെൻറ്റർ ആൻഡ് എനി റേഡിയസ്. ഒരു സെൻറ്ററും ഒരു റേഡിയസും ഉണ്ടെങ്കിൽ നമുക്ക് ഈ റേഡിയസ് വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. ഇതാണ് തേർഡ് പോസ്റ്റ്ലേറ്റ്സ് പറയുന്നത്. ഞാനിപ്പോൾ റഫായിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സെൻറ്ററും റേഡിയസും ഉണ്ടെങ്കിൽ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. അതായത് ഇത് എവിടെ വേണമെങ്കിലും വരയ്ക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഏത് റേഡിയസ് ആണെങ്കിലും നമുക്ക് അത് വെച്ചിട്ട് സർക്കിൾ വരയ്ക്കാം. ചെറിയ സർക്കിൾ, വലിയ സർക്കിൾ, ഇങ്ങനെ ഇഷ്ടമുള്ള റേഡിയസിലും നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഇതാണ് തേർഡ് പോസ്റ്റ്ലേറ്റ്. സർക്കിൾ ക്യാൻ ബി ഡ്രോൺ വിത്ത് എനി സെൻറ്റർ ആൻഡ് എനി റേഡിയസ്. നെക്സ്റ്റ് ഫോർത്ത് പോസ്റ്റ്ലേറ്റ്സ്, ഓൾ റൈറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ടു വൺ അനദർ. ഞാനിപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിളും ഒരു സ്ക്വയറും വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ആംഗിൾസും റൈറ്റ് ആംഗിൾസ് ആയിരിക്കും, 90 ഡിഗ്രി അല്ലേ. ഇതിൻ്റെ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. അതായത് എല്ലാ റൈറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതാണ് ഓൾ റൈറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ടു വൺ അനദർ. ഇതെല്ലാം ഈക്വലാണ്, എല്ലാം 90 ഡിഗ്രിയാണ്. അതാണ് ഫോർത്ത് പോസ്റ്റ്ലേറ്റ്സ് പറയുന്നത്. ഇനി നമുക്ക് ഫിഫ്ത്ത് പോസ്റ്റ്ലേറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇഫ് എ സ്ട്രെയിറ്റ് ലൈൻ falling on 2 straight lines makes the interior angles on the same side of it taken together less than 2 right angles, then the 2 straight lines, if produced indefinitely, meet on that side on which the sum of angles is less than 2 right angles. അപ്പോൾ ഇത് കുറേ വലിയൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ഫിഗർ വരച്ചിട്ട് പറഞ്ഞുതരാം. ഇവിടെ ആദ്യം 2 സ്ട്രെയിറ്റ് ലൈൻസ് വരക്കാം. ഒരെണ്ണം ഇങ്ങോട്ടും വരക്കാം. 2 ലൈൻസാണ്, എം എൻ. ഇനി എന്താ പറഞ്ഞത്? ഇഫ് എ സ്ട്രെയിറ്റ് ലൈൻ ഫോളിങ് ഓൺ 2 സ്ട്രെയിറ്റ് ലൈൻസ്. ഈ 2 സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ഇതിലേക്ക് വീഴുന്ന വേറൊരു സ്ട്രെയിറ്റ് ലൈൻ, ഇതിനെ നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്ന് പറയും. ട്രാൻസ്വേഴ്സൽ ലൈനൽ മേക്സ് ദ ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ്. അപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ ഇവിടെ ഉള്ളിൽ വരുന്ന ആംഗിൾസ് ആണ് ഇൻറ്റീരിയർ ആംഗിൾസ്. അതുപോലെ സെയിം സൈഡിൽ വരുന്നതാണ് ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ് ഓഫ് ഇറ്റ് ടേക്കൺ ടുഗദർ. അതായത് ഇത് രണ്ടും ഒരുമിച്ചെടുത്താൽ, ആഡ് ചെയ്താൽ, ലെസ് ദാൻ 2 റൈറ്റ് ആംഗിൾസ്. 2 റൈറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. 1 റൈറ്റ് ആംഗിൾ 90 ഡിഗ്രിയാണ്, 2 റൈറ്റ് ആംഗിൾസ് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഈ 2 ഇൻറ്റീരിയർ ആംഗിൾസും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലെസ് ദാൻ 2 റൈറ്റ് ആംഗിൾസ്. അതായത് ലെസ് ദാൻ 180 ആണെങ്കിൽ, ഇൻറ്റീരിയർ ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ ലെസ് ദാൻ 180 ആണെങ്കിൽ, ദെൻ ദ 2 സ്ട്രെയിറ്റ് ലൈൻസ് ഈഫ് പ്രൊഡ്യൂസ്ഡ് ഇൻഡെഫിനിറ്റ്ലി. നമ്മൾ ഈ 2 സ്ട്രെയിറ്റ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇതിങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, ഇതിങ്ങോട്ടും പ്രൊഡ്യൂസ് ചെയ്യുക, നീട്ടി വരക്കുക. അതുപോലെ തന്നെ ഇതും പ്രൊഡ്യൂസ് ചെയ്യുക, ഇതും പ്രൊഡ്യൂസ് ചെയ്യുക. ഇങ്ങനെ വരച്ചെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കണേ? ദെൻ ദ 2 സ്ട്രെയിറ്റ് ലൈൻസ് ഈഫ് പ്രൊഡ്യൂസ്ഡ് ഇൻഡെഫിനിറ്റ്ലി മീറ്റ് ഓൺ ദാറ്റ് സൈഡ് ഓൺ വിച്ച് ദ സം ഓഫ് ആംഗിൾസ് ഈസ് ലെസ് ദാൻ 2 റൈറ്റ് ആംഗിൾസ്. ഏത് സൈഡിലെ ആംഗിൾ ആഡ് ചെയ്തപ്പോഴാണോ ലെസ് ദാൻ 180 വന്നത്, ആ സൈഡിൽ മീറ്റ് ചെയ്യും. ആ സൈഡിലായിരിക്കും മീറ്റ് ചെയ്യുന്നത്. അതായത് ഈ 2 സ്ട്രെയിറ്റ് ലൈൻസ് നമ്മൾ ഇൻഡെഫിനിറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മീറ്റ് ചെയ്യുന്ന സൈഡ് എന്ന് പറയുന്നത് ഈ 2 ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180യേക്കാൾ ലെസ് വന്ന ആ സൈഡിലായിരിക്കും. അതാണ് ഫിഫ്ത്ത് പോസ്റ്റ്ലേറ്റ്സ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയാം, അതായത് 2 സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്, അതിലേക്ക് വീഴുന്ന മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ ട്രാൻസ്വേഴ്സിൽ. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ 2 ഇൻറ്റീരിയർ ആംഗിൾസ് ഉണ്ടാവും. ഈ 2 ഇൻറ്റീരിയർ ആംഗിൾസും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇൻറ്റീരിയർ ആംഗിൾസ് ഓൺ ദി സെയിം സൈഡ്. ഇവിടെ 2 ഇപ്പുറത്ത് 2 അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ഏത് ആഡ് ചെയ്യുമ്പോഴാണോ ലെസ് ദാൻ 180 വരുന്നത്, അപ്പോൾ ഇത് 2 ആഡ് ചെയ്യുമ്പോഴാണ് ലെസ് ദാൻ 180 വരുന്നതെങ്കിൽ ആ സൈഡിലായിരിക്കും ഈ ലൈൻസ്
ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ലൈൻ കാണുമ്പോൾ തന്നെ അറിയാം, ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ടാണ് പോണേ, അതുപോലെ തന്നെ ഇത് ഇങ്ങോട്ട് വരും. ഇത് തമ്മിൽ ഒരിക്കലും ജോയിൻ ആവില്ല. മനസ്സിലായില്ലേ? രണ്ട് സൈഡിലേക്കായിട്ട് പോവുകയാണ്. ഇതാണെങ്കിലോ ഇത് രണ്ടും ഒരേ സൈഡിലേക്ക് ഇങ്ങനെ ഒരേ പോയിന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും <180 ആയിരിക്കും. ആഡ് ചെയ്യുമ്പോൾ <180 ആയിരിക്കും. അതാണ് ഈ ഒരു പോസ്റ്റ്ലേറ്റ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് വലിയൊരു സെൻറ്റൻസ് ആയിട്ട് എഴുതിയാണോ ചിലർക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ പാരലൽ ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ പഠിച്ചിട്ടുള്ള ആ ഇത് വെച്ച് നോക്കുമ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇനി ഇതിലെ എക്സർസൈസുകളൊക്കെ ചെയ്യാനുണ്ട്. അത് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അയക്കണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.